മയക്കുമരുന്ന് 3 തരമുണ്ട്. ഒന്ന് ഡിപ്രസന്റ് ഡ്രഗ്സ്, പിന്നുള്ളത് സ്റ്റിമുലൻസ്, താൽക്കാലികമായിട്ടൊരു യൂഫോറിയ അല്ലെങ്കിൽ ഒരു മാനിയ പോലെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതെല്ലാം നമ്മുടെ ശരീരത്തിന് കേട് തന്നെയാണ്. ഒരു വിധത്തിലും ഒരു ഗുണവും ഈ മയക്കുമരുന്ന് കൊണ്ട് നമ്മുടെ ശരീരത്തിന് ഉണ്ടാവത്തില്ല. നമുക്കറിയാം, ഈ മയക്കുമരുന്ന് വെച്ചാൽ നമ്മുടെ തലച്ചോറിലെ ഞരമ്പുകൾക്ക് താൽക്കാലിക എഫക്റ്റ് ഉണ്ടാക്കിയാണ് ഈ ഒരു പല എഫക്ട്സും ഉണ്ടാകുന്നത്. എന്താണ് അതിന്റെ എഫക്റ്റിന്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ, ഇത് ഓരോ തവണ കഴിക്കുമ്പോഴും ഒരു ഡോപ്പമിൻ സർജ് ഉണ്ടാക്കും. ഡോപ്പമിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റിവാർഡ് ഹോർമോൺ എന്ന് പറയും. ശരീരത്തിൽ പെട്ടെന്നൊരു ഡോപ്പമിൻ കൂടുമ്പോഴേക്കും നമുക്കൊരു ഭയങ്കര ഒരു യൂഫോറിയയും ഒരു സന്തോഷവും അങ്ങനെ പല രീതിയിലൊരു എഫക്ട്സ് ഉണ്ടാക്കും. ഈ ഒരു താൽക്കാലിക എഫക്റ്റ് ഒരു തവണ എക്സ്പീരിയൻസ് ചെയ്താൽ മതി, ആൾക്കാർക്ക് പിന്നെയും നമുക്ക് മയക്കുമരുന്നിലേക്ക് പോകാനുള്ള ഒരു പ്രവണത കൂടും. അങ്ങനെ പോയാണ് ബ്രെയിൻ കംപ്ലീറ്റ് ഒരു വല്ലാത്തൊരു മോശ സ്ഥിതിയിലേക്ക് പോകുന്നത്. നമ്മുടെ സെലിബ്രിറ്റീസ് അല്ലെങ്കിൽ ഫിലിം ഇൻഡസ്ട്രി അല്ലെങ്കിൽ എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രിയിലെ പല ആൾക്കാരും ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും, അവർ ഭൂരിഭാഗം ആൾക്കാരും മയക്കുമരുന്നിന് അടിമകൾ ആണ്. അതൊരു സത്യമാണ്. അവർ സംസാരിക്കുന്ന രീതി, അവർ പെരുമാറുന്ന രീതിയിലെല്ലാം കാണുമ്പോൾ നമുക്ക് അറിയാൻ കഴിയും. അപ്പം എന്തൊക്കെ എഫക്ട്സ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്? അവർ പെരുമാറ്റ രീതിയിൽ അവർ സോഷ്യൽ ഇൻഹിബിഷൻസ് നഷ്ടപ്പെടുന്നു. അവർ ചെറിയ കാര്യത്തിനൊക്കെ വളരെയധികം അജിറ്റേറ്റഡ് ആവുന്നു, പെട്ടെന്ന് ദേഷ്യപ്പെടുന്നു, ഭയങ്കര ഓവർ റിയാക്ട് ചെയ്യുന്നു, വളരെ ഹപ്പസൈഡ് ആയിട്ട് ഇന്റർവ്യൂ ഒക്കെ നടത്തുമ്പോൾ അവർ പല രീതിയിൽ വളരെ അബ്നോർമൽ ആയിട്ടൊക്കെ ബിഹേവ് ചെയ്യുന്നു, ഓവർ റിയാക്ഷൻ സംഭവിക്കുന്നു. ഒരു കോഗ്നിറ്റീവ് ഡിക്ലൈൻ, അതായത് ഓർമ്മയൊക്കെ നഷ്ടപ്പെടുന്നു. പലപ്പോഴും ആരോട് എന്ത് സംസാരിക്കുന്നു എന്നുള്ളതൊക്കെ അവർക്ക് മനസ്സിലാക്കുന്നില്ല. തലച്ചോറിലെ പല ഫങ്ഷൻസും സ്ലോലി ക്രമാതീതമായി ഇങ്ങനെ പതുക്കെ കുറഞ്ഞു വരുന്നു. അവർക്ക് പഠിച്ചേക്കുന്ന പല സ്കിൽസും അവർക്ക് നഷ്ടപ്പെടുന്നു. അവർക്ക് ഈ ഡ്രൈവിംഗ് സ്കിൽസ് ആണെങ്കിലും അവിടെ ഡ്രൈവിംഗ് പെർഫെക്ഷൻ ഒന്നും വരത്തില്ല. അവർ ഭയങ്കര എറാറ്റിക് ആയിട്ട് ഡ്രൈവ് ചെയ്യുന്നു. അങ്ങനെ പല എന്തെങ്കിലും പഠിച്ചിട്ടുള്ള സ്കിൽസ് ഒക്കെ ആണെങ്കിൽ അവർ നഷ്ടപ്പെടുന്നു. അവർ പഠിച്ചേക്കുന്ന കാര്യങ്ങൾ എല്ലാം അവർ നഷ്ടപ്പെടുന്നു. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ അവർ വളരെ അബ്നോർമൽ രീതിയിലാണ് അവരെപ്പോഴും ബിഹേവ് ചെയ്യുന്നത്. നിർഭാഗ്യവശാൽ ഈ ചേഞ്ചസ് എല്ലാം പെർമനന്റ് ആണ്. നമ്മൾ ചികിത്സ സംഭവിക്കുന്ന വെച്ചാൽ താൽക്കാലികമായിട്ട് അവരെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുമെങ്കിലും അവരുടെ ബ്രെയിനിൽ ഓൾറെഡി പെർമനന്റ് ചേഞ്ചസ് വന്നു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അവർക്ക് വീണ്ടും ഇതിനുള്ള ക്രേവിംഗ് നിൽക്കുന്നു. അതുകൊണ്ട് വീണ്ടും മയക്കുമരുന്നിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് അപ്പം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മയക്കുമരുന്ന് ഒരിക്കലും ഒരു തവണ പോലും നമ്മൾ പരീക്ഷിക്കല്. അത് ഒരു തവണ എടുത്താൽ മതി. അതിന്റെ ഒരു പോസിറ്റീവ് എഫക്റ്റ് നമുക്ക് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിന്റെ ഒരു യൂഫോറിയ നമ്മൾ ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിലേക്ക് പോകും. അത് നമ്മൾ ശരിക്കും ഒരു നിത്യരോഗിയായി മാറ്റും.